2024 കേരള സംസ്ഥാനത്തെ പ്രത്യേകിച്ചും ഭാരതത്തെ പൊതുവായി ബാധിച്ച വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലെ പ്രകൃതി ദുരന്തം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. ഈ ദുരിതബാധിത പ്രദേശത്തേക്ക് സെന്റ് മേരീസ് സീറോ മലബാർ വാട്ടർഫോർഡ് സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രസ്തുത ആഴ്ചയിൽ തന്നെ ഞങ്ങൾ ഒരു കൂടിയാലോചന നടത്തി. ഈ കൂടിയാലോചനയുടെ ഭാഗമായി ദുരിതബാധിത പ്രദേശത്ത് ഒരു ഭവനം നിർമ്മിക്കാൻ ഞങ്ങളുടെ ഇടവക സമൂഹം തീരുമാനമെടുത്തു. ഈ തീരുമാനത്തിന്റെ പ്രായോഗിക തലത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഭവനം നിർമ്മിക്കാനുള്ള വസ്തു ഞങ്ങളുടെ ഇടവക സമൂഹത്തിലെ അംഗമായ ആഷ്ലിൻ ഡിബിന്റെ പിതാവ് ശ്രീ സണ്ണി വണ്ടന്നൂർ കണിയാരം മാനന്തവാടി രൂപതയിലെ കത്തീഡ്രൽ പള്ളിയോട് ചേർന്നുള്ള പ്രദേശത്ത് 7 സെന്റ് സ്ഥലം നൽകാമെന്ന് തീരുമാനിച്ചു. പ്രസ്തുത തീരുമാനത്തെ മുൻനിർത്തി ഇടവക സമൂഹം ഒന്നാകെ കൈകോർത്തതിന്റെ ഫലമാണ് ഇന്ന് ഇവിടെ സാധ്യമായിരിക്കുന്ന മനോഹരമായ 10-18 ലക്ഷം രൂപയുടെ ഒരു ഭവനം. അർഹതപ്പെട്ടവരെ കരങ്ങളോട് ചേർത്ത് നിർത്തി അവർക്ക് ആശ്വാസം നൽകാൻ ഞങ്ങളുടെ സമൂഹം കാണിച്ച ഈ ഔദാര്യപൂർവമായ സഹകരണത്തെ ഈ സമയം ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഈ ഭവന നിർമ്മാണം ഫലപ്രാപ്തിയിലെത്തിക്കാൻ നേതൃത്വം നൽകിയ, കാര്യക്ഷമമായി ഇടപെട്ട ഇടവകയിലെ കൈക്കാരന്മാരുടെ നേതൃത്വത്തിലുള്ള കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങൾക്കും നമ്മളോട് ആത്മാർത്ഥമായി സഹകരിച്ച മാനന്തവാടി കത്തീഡ്രൽ പള്ളി വികാരി ബഹുമാനപ്പെട്ട സോണിയച്ചനും നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സണ്ണി വണ്ടന്നൂരിനും ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഒത്തൊരുമയോടെ അനേകം മനുഷ്യർ കൈകോർത്തതിന്റെ ഫലമാണ് ഇന്ന് ഒരു കുടുംബം അഭിമാനത്തോടും സംതൃപ്തിയോടും സുരക്ഷിതത്വത്തോടും കൂടി ഈ ഭവനത്തിലായിരിക്കുന്നത്. ആ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായി ദൈവാനുഗ്രഹം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മയുടെ കരങ്ങൾ, നന്മയുടെ ചിന്തകൾ, നന്മയുടെ ആശയങ്ങൾ ഇനിയും വാനോളം ഉയരട്ടെ. അങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ആത്മവിശ്വാസത്തോടെ പ്രത്യാശയോടെ മുന്നേറുവാൻ നമ്മുടെ കേരള സമൂഹത്തിനൊട്ടാകെയും പ്രത്യേകിച്ച് വിശ്വാസികളുടെ സമൂഹത്തിനും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രത്യാശയുടെ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു.